ഇവരെ കൊണ്ട് മെഡിസിൻ കത്തിക്കാൻ നേരത്തെ എല്ലാ നൊവേന പള്ളികളിലും ആള് കൂടുകയാണ്. അങ്ങനെ 10 മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഭ അല്ലെ. അങ്ങനെ ഒരു ബന്ധത്തിൽ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് 30 ദിവസം മാതാവിന്റെ സ്റ്റാച്യുവിന്റെ മുന്നിൽ പോയിട്ട് മെഴുതിരി കൊടുത്ത് പ്രാർത്ഥിക്കാം. അവസാനം 31ാമത്തെ ദിവസം റിസൾട്ട് വന്നു കൊച്ചു തോറ്റ് പോയി. കൊച്ചിനൊക്കെ സങ്കടം വന്നു. 30 ദിവസം നമ്മളെ മെഴുതിയുടെ വെട്ടത്തിലെന്ന് ഈ മാതാവ് സൂചിതം തോരാൻ നമ്മളെ തോപ്പിക്കുകയും ചെയ്തു. അങ്ങോട്ട് ചെന്ന് 4 തെറിയെന്ന് പറഞ്ഞു. മാതാവിനെ ചെയ്തുള്ളൂ. ഇറ്റലിയിലെ ദിവസം വന്നിറങ്ങുന്ന വീട്ടിൽ പോയി. പിറ്റേ ദിവസം നോക്കിയപ്പോൾ 10 തിരിച്ച് ഇന്നലെ നമ്പർ കുറെ വിട്ടുപോയി കേരം. അതുകൊണ്ട് ഈ കൊച്ചിന്റെ പേരുണ്ട്, വിട്ടുപോയ നമ്പർ കൊച്ചിന്റെ കിടത്തി എഴുതി. കൊച്ചി വീണ്ടും മാതാവിന് മുമ്പിൽ പറഞ്ഞു, 30 ദിവസം പ്രാർത്ഥിച്ചിട്ട് യാതൊരു ഗുണമില്ല, 4 തെറി പറഞ്ഞപ്പോൾ ഏറ്റു. ഇതാണ് നമ്മുടെ നോവേന ഇല്ലേ. മാറിയാനുള്ളവരെ കൃപമാനത്തെ മറ്റു കാര്യം പറയാൻ പോകും. ഞാൻ പറഞ്ഞു മാറിയാനുള്ളവരുടെ മാരിയ ഭക്താവ് നോവേന നടത്തി കാര്യം സാധിക്കുന്നുള്ളത്. അതെന്താണ് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള മാറിയാനുള്ളവരുടെ പുസ്തകം വായിക്കണം. ആരംഭത്തിനോട് ദൈവശാസ്ത്രം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് 31 ധ്യാനങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഒരു മലങ്കര കത്തോലിക്ക വിശ്വാസി ഇതിന് ചെല്ലേണ്ട പ്രാർത്ഥനയാണ് ഉള്ളൂ. കുട്ടികളെല്ലാം കണ്ടുകൊണ്ടില്ലേ. മാസത്തെ ഓരോ ദിവസവും ഓരോ ധ്യാനമാണ്. പക്ഷെ ഈ ജ്ഞാനം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളത് നോക്കണം. 30ാമത്തെ ദിവസം വരുമ്പോൾ അത് മാതാവിനെ കുറിച്ചുള്ള ജ്ഞാനമായിട്ട് മാറും. കാരണം പൗരസ്ത്യ സഭാ പിതാക്കന്മാരെ അനുസരിച്ച് നമ്മുടെ പള്ളിയിലെ സക്രാരി അല്ല ശരിക്കും സക്രാരി. ശരിക്കും സക്രാരി മാതാവാണ്. മാതാവാണ് ഈ കുഞ്ഞിനെ ഉയർത്തി വായിച്ചത് അല്ലേ. അതുകൊണ്ട് ആ സക്രാരിക്ക് മുമ്പിലെ പ്രാർത്ഥനയായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് മാതാവിനെ കുറിച്ചാണ്. എന്തൊരു വലിയ ദൈവശാസ്ത്രമാണ് ആലോചിച്ചു. എന്നിട്ട് ഈ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ മാതാവിന് 30ാമത്തെ ദിവസം ധ്യാനത്തിൽ പറയും മാതാവിന്റെ മുമ്പിൽ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്റെ ജീവിതത്തിന്റെ മോഡലാണ്. മാതാവിന് ഏക വിശ്വാസം യേശുവായിരുന്നു, ഏക ശരണം യേശുവായിരുന്നു, ഏക സാന്നിധ്യം യേശുവായിരുന്നു. അതുകൊണ്ടാണ് ഈ 3 കാര്യം. മാതാവിന് ഏക വിശ്വാസം, ഏക സാന്നിധ്യം, ഏക സ്മരണം. ഇത് യേശുവായിരുന്നു എന്നുള്ളതാണ്. ഈ ഭക്തിയിൽ തന്നെ വളരാൻ സഹായിക്കണം എന്നുള്ളതാണ് മാർത്തിനാവിന്റെ പ്രാർത്ഥന. എന്റെ ജീവിതത്തിൽ ഏക വിശ്വാസം, ഏക സാന്നിധ്യം, ഏക സ്മരണയുമായി ഈശോ മാറുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ജ്ഞാനം 30ാം ദിവസം പൂർത്തിയാകും. അതിലേക്ക് വളരണം. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നമ്മൾ പറഞ്ഞില്ലേ. അതിനൊരു മോഡൽ ആയിട്ട്, ഒരു ആർച്ച് ടൈപ്പായിട്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തെ ജീവിക്കുന്ന സക്രാരിയായിട്ട് നമ്മൾ മാറണമെന്ന് ചുരുക്കം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഈ അമ്മയെ പോലെ ആകണമെന്ന് ചുരുക്കം. എന്ത് മനോഹരമായ ദൈവശാസ്ത്ര ദർശനമാണ്. അപ്പൊ നമ്മൾക്ക് മാതാവിനുള്ള ഭക്തി തുറന്നു കഴിഞ്ഞാൽ പൊളിപ്പിങ്ങനെ കിടക്ക് കൊണ്ടുപോകരുത്, മാസത്തിൽ ജോലി കിട്ടണം, പ്രായത്തൊക്കെ വായിക്കണം അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വിട്ടുപോകുക എന്നതേ നടത്താൻ. ഇങ്ങനെയുള്ള ഒരു ഉപരിപ്ലവം ഞാൻ ആളുടെ ഭക്തിയെ ചോദ്യം ചെയ്യരുത്, എനിക്ക് ആരും എടുക്കരുത്, നിങ്ങൾ പ്രാർത്ഥിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് നാലുനാൾ തിരിഞ്ഞുള്ള മക്കൾ എന്ന രീതിയിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നല്ല വിജ്ഞാനീയം അത് നമുക്ക് സ്വന്തമാകേണ്ടതായിട്ടുണ്ട്. നമ്മൾ നടന്ന നോവേനകളിൽ നമ്മൾ എന്തോ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാറിയാൽ പിന്നിൽ എന്തോ പ്രാർത്ഥിച്ചത് എന്നെങ്കിലും ആ പിതാവിന്റെ ഭക്തിയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയുമോ എന്നൊരു ചോദ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഉയർച്ച പ്രസ്ഥാനത്തിന് വേണ്ടി മാറിയാലത്തിന് വേണ്ടി മാതാവിന്റെ സന്നിധിയിൽ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് നമ്മൾ നടത്തുന്നത് നവോണ പ്രാർത്ഥനയായിട്ട് തന്നെ കെട്ടുകരിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ. ഈശോ മാത്രം സാന്നിധ്യമായ, ഈശോ മാത്രം വിശ്വാസമായ, ഈശോ മാത്രം ശരണമായ ഒരു സഭയെ മാതാവിന്റെ മധ്യസ്ഥതയിലൂടെ കെട്ടിപ്പടുക്കുന്നതിനാണ് മാധ്യമാനത്തിന് വേണ്ടി ഉന്നയിച്ച പ്രസ്ഥാനത്തിലൂടെ ശ്രമിച്ചത് എന്നറിയാം. അതുകൊണ്ടാണ് ഉയരത്തിന്റെ മാതാവ് എന്നുള്ള പ്രാർത്ഥന മാധ്യമാനത്തിന് വേണ്ടിയെ സംബന്ധിച്ചോളം വളരെയധികം പ്രസക്തമാകുന്നത്. അത് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ചില അനുദിന ജീവിതത്തിലെ ചില കൊച്ചു കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുക്കുന്ന പ്രാർത്ഥനയല്ല. ഞാൻ 5 രൂപ നേർത്തിയിട്ടുണ്ട്, ഞാൻ 10 രൂപ നേർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് സാധിച്ചു തരണമെന്നില്ല. കൈക്കൂലിക്കാരന്റെ മനോഭാവത്തിലുള്ള പ്രാർത്ഥനയുണ്ട്.
ഒരു സഭയുടെ അന്തസത്തയെ മുഴുവനായിട്ട് ഉദാത്തവൽക്കരിക്കുന്നതിന് ശ്രേഷ്ഠമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാതൃഭക്തി പിതാവിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതോടൊപ്പം തന്നെ പിതാവിന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ള കാര്യം, ചെറുതുകളെ സ്നേഹിച്ച ഒരു ദൈവത്തിനെ മനസ്സിലാക്കിയ പിതാവാണ്. എന്തുകൊണ്ടാണ് ചെറുതുകളെ സ്നേഹിച്ചത്? ഞാൻ പ്രസംഗം തിരിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. ഭാവത്തിരിഞ്ഞ ഏറ്റവും ലേറ്റാണ്. അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞുവിടുമെന്ന് നമ്മുടെ സംഭാഷണം പറഞ്ഞിരിക്കുന്നതുകൊണ്ടുകൂടെ ബോറെടുക്കും കഴിവൊക്കെയാണ് ഞാൻ നിർദ്ദേശം കണ്ടോ. അവള് ചെറുതുകളെ സ്നേഹിച്ച് ഞാൻ പറയാൻ കാര്യം, ഞാൻ ചെറുപ്പത്തിൽ ഇതിലുണ്ട്, നമ്മളെല്ലാവരും ദൈവമക്കളാണ് അല്ലേ? ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാം. എന്നാലും ഇസ്രായേൽക്കാര് ദൈവത്തിന്റെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ജനം അനുഭവമുണ്ടോ? അതുപോലെല്ലാം പറഞ്ഞ നമ്മളെന്നാ രണ്ടാം കെട്ടിലാണ്. ഈ വലിയ പശ്ചാത്തലം എന്തിനായി ദൈവം വരുത്തിയത്? അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരുപാട് മനസ്സിലുണ്ടായിട്ടുണ്ട്. ലോകത്തുള്ളവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. എന്നാലും എന്റെ ജനം, എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവന് ഇത് കാണുമ്പോൾ എനിക്കങ്ങ് സഹിക്കുക. നമ്മളെന്നാ രണ്ടാം കെട്ടിലാണ്. പക്ഷെ ബൈബിളിൽ അതിന്റെ കാരണം അറിഞ്ഞു കഴിയുമ്പം നമുക്ക് ദൈവത്തോടുള്ള വിരോധം ഇല്ലാതായിരിക്കും. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ എടുത്ത് വായിക്കണം. നിയമാവർത്തന പുസ്തകം എല്ലാവരും വായിക്കണം. ഞാൻ പറയാൻ കാര്യം, ഈശ്വരന്റെ പരിധിയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ള പുസ്തകം ഏതാണ്? നിയമാവർത്തന പുസ്തകം. പഠനത്തിലൂടെ ഒരുപാട് പോട്ടി. ഈശോ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ളത് നിയമാവർത്തന പുസ്തകമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ സംശയം നോക്കി. ഈ നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അതിന്റെ കാരണം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്രായേല്, നിങ്ങൾ ദൈവത്തിന്റെ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ജനമാണ്. അടുത്ത 7-ാം വാക്യത്തിൽ പറയുകയാണ്, ലോകത്തിലുള്ള സർവ്വ ജനതകളിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട ജനമായിട്ട് ഞാൻ നിങ്ങളെ തിരിഞ്ഞിടും. അപ്പോൾ നമ്മൾ സമയം കൂടും അല്ലേ? ദൈവം അവരെ മാത്രം പ്രിയപ്പെട്ടത്. അതിന്റെ കാരണം അടുത്ത വാക്യത്തിൽ പറയുന്നു. അതെന്താ പറയുക? ലോകത്തിലുള്ള സർവ്വ ജനതകളിൽ വെച്ച് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് നിങ്ങൾ എണ്ണത്തെ കൂടുതലായതുകൊണ്ടല്ല, നിങ്ങൾ വലിയ ലക്ഷ്യരായതുകൊണ്ടല്ല, നിങ്ങൾ ലോകത്തിലേക്കും ചെറുതായിരുന്നു, വട്ടപൂജ്യമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ചെറുതത്തിന്റെ പ്രത്യേകത. ചെറുതിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ചെറിയവരെ ഉയർത്തുകയും വലിയവരെ താഴ്ത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്നേഹം. അത് മനസ്സിലാക്കി എളിമയുള്ളിടത്ത് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. തിരഞ്ഞെടുപ്പുകളുടെ മുഴുവൻ പ്രത്യേകതയാണ്. ദാവീദിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അടുത്ത ചെയ്യാൻ സാമൂഹ്യ പ്രകാരം നമ്മളറിയാം. 1 സാമൂഹ്യ 7-ലേക്ക് പോയി അവിടെ കാണാം. അവർ ചെന്ന് കഴിയുമ്പോൾ യെസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കുടുംബത്തിലേക്ക് അയക്ക് 8 മക്കളാണ്. ലീലാസൻ എന്ന് പറയുന്ന രാജ്യത്തെ മകനെ വന്നപ്പോൾ അവൻ ഒത്ത നല്ല പൊക്കമുള്ളവന് നല്ല പേഴ്സണാലിറ്റി കണ്ട കൊള്ളാം. പയ്യൻ ചെറുപ്പക്കാരനാണ്, ആരോഗ്യപ്പെട്ട ക്ലാസ്സിൽ നല്ല പേഴ്സണാലിറ്റി ചോറൊക്കെ വന്നിരിക്കുന്നത് കഴിയുന്നപ്പം താമസപ്രമാണം പോലെ എഴുന്നേറ്റും അഭിഷേകമായി വിളിക്കുക. എന്തുവാ ഇവൻ തന്നെ രാജാവ്, അങ്ങനെ ആ കണ്ട കൊള്ളാം എന്നാണ്. അപ്പം യഹോവയുടെ ദൈവം താമസപ്രമാണം പറഞ്ഞു, അവനെ വിട്ടേര്, അവനെ ഞാൻ ഉപേക്ഷിച്ചതാണ്. ഇത് പറയുകയാണ്, നിങ്ങള് ബാഹ്യകാര്യം, മനുഷ്യർ ബാഹ്യകാര്യം നോക്കും, ഞാൻ ഹൃദയഭാവത്തിലെ നോക്കും. അങ്ങനെ അടുത്തവനെ വിളിച്ചു, അവരെ ആരും ദൈവം എടുക്കുന്നില്ല. അങ്ങനെ ജസ്റ്റ് തന്നെ 7 മക്കളെ വിളിച്ചു. 7 മക്കളെ നിരാകരിക്കുകയാണ് പിതാവാടിയത്. അതാണ് സാമൂഹ്യ പ്രവാചകനെ ക്ഷമ കിട്ടും. സാമൂഹ്യം ഇനി ആരും ഇല്ലേ ഈ കുടുംബത്തിൽ ജീവിക്കുന്നു, ഈ കുടുംബത്തിൽ ഇല്ലേ, മക്കളെല്ലാം ആയത്. ഞാൻ അപ്പം പറയാം, ഒരുത്തങ്ങളുണ്ട്, അവനെന്ത് ചെയ്യും? അവനെ കണ്ടെത്തി തട്ടിന തീറ്റാൻ വിട്ടേക്കാണ്. കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുമ്പോഴേ അവൾ നിൽക്കാൻ പോലും കൊള്ളു വേണമെന്ന് കരുതി സ്വന്തം അപ്പന്റെ ലിഫ്റ്റിൽ പോലും ഇല്ലാതെ പോലത്തിനുണ്ട്. അവനെ കണ്ടെത്തി പണിക്ക് വിട്ടേക്കുക, പട്ടിനെ തീറ്റാൻ വിട്ടേക്കുക. ബൈബിളിൽ പറയുന്ന കാര്യമാണ്. അവനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആരാണ്ട് പോയി കണ്ടത്തിന് ചേറിലൊക്കെ നിന്ന് പയ്യനെ വിളിച്ചുകൊണ്ട് വന്നു. അവനെ കണ്ടപ്പം പിതാവായ ദൈവം പറയുന്നു, ഇവനാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇസ്രായേലിന്റെ രാജാവ്, അവനെ അഭിഷേകിച്ചോളെ. കണ്ടോ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുണ്ട്. സ്വന്തം അപ്പം പോലും ഉപയോഗിച്ചിട്ട് സ്വന്തം അപ്പന്റെ പോലെ നിശ്ചിതരം ഭാഗ്യമില്ലാത്ത ഒരുവനാണ് ഇസ്രായേൽക്കാർ ഏറ്റവും വലിയ രാജാവ്. പിന്നെ അയാളെ ഗോത്രത്തിൽ നിന്നാണ് അനുഗ്രഹം ജനിക്കുന്ന അവരെ. കണ്ടോ, ദാവീദിന്റെ ഗോത്രത്തെ പറഞ്ഞ് യേശുവല്ലേ.
അപ്പം ദൈവം ആരെ സ്നേഹിച്ച് ഒന്നുമില്ലാത്തത്. ആ ചെറുപ്പത്തിലെ കഥ പിന്നെ മോശം പറയാം. വിക്കനായിരുന്നു, കൊലപാതകയായിരുന്നു. ഒരു ഈശ്വരനെ കൊലപ്പെടുത്തലാണ്. വിക്കനും കൊലപാതകയുമായിട്ട് പുതിയത്തിലേക്ക് കയറി കഴിഞ്ഞാല് ശിഷ്യന്മാർ ഒരു ആർക്കുണ്ടായിരുന്നു ബദൽ ഒരുത്തനുമില്ലായിരുന്നു. സുഖക്കാരനും പഠനം ഭാവി വിവരമില്ലാത്ത കുറെ പേര് ഒന്നിച്ചു കൂടി. പൗലോസിലാണെങ്കിൽ അച്ഛൻ വിവരം ഉണ്ടായിരുന്നു. പൗലോസ് വലിയ പുള്ളിയായിരുന്നു. പൗലോസ് ഗമാലിയയുടെ ശിഷ്യനാണ്. റോമാ പൗരത്വമുണ്ട്. ഡബിൾ പാസ്പോർട്ടാണ്. സിറ്റി ബോയിയായിരുന്നു. പ്രാർത്ഥിച്ചുകാരനായിരുന്നു. സ്വന്തമായിട്ട് പ്രൊഫഷനുണ്ട്. കൂടാതെ പണിക്കാരനുണ്ട്. ഫാബ്രിക്കേഷൻ വർക്കൊക്കെ പഠിച്ചാണ്. നെറ്റിന്റെ വീർപോട് ഞാൻ പാപ്പും പഠിച്ചില്ലെന്നൊക്കെ പറഞ്ഞ. പക്ഷേ ഈ കൂട്ടത്തിൽ കൂടാൻ യാതൊരു യോഗ്യതയില്ല. അവസാനം എങ്ങനെയാണ് പൗലോസിനെ വിളിക്കുന്നത്? പൗലോസ് വലിയ അത്യാരൂപനായി ധർമാസത്തിലേക്ക് അധികാരപത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കുതിരപ്പുറത്ത് നിന്ന് വലിച്ച് താഴെ ഇട്ട് ചവിട്ടി കൂട്ടി കണ്ണും കൂട്ടി കൊടുക്കും. എങ്ങനെ ആന്തനാണ് പിന്നെ സഹിക്കാം. ഇന്ന് നീട്ടി കണ്ണിന്റെ കിടനം കടിച്ചു പോയപ്പോൾ തന്നെ എങ്കിൽ അവൻ മറ്റുള്ളവരെ ആശ്രയിക്കാൻ തക്കവണ്ണം ദുർബലനായി. അതുകൊണ്ട് പുറത്തുകാരി വരെ 2ാം ലേഖനത്തിന്റെ പദത്തേക്ക് പറയുന്നുണ്ട്, എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ബലഹീനതയെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്തൊരു അഹങ്കാരത പറയുന്നത്. അതുപോലെ ഊർജ്ജ മന്ത്രിനെ എല്ലാം മാറ്റിവെച്ചു. കാരണം ബലഹീനതയാണല്ലോ കർത്താവിന്റെ മഹത്വം പ്രകാരം. അവൻ ദൈവത്തിന്റെ ചെറുതിലൂടെ പ്രത്യേകത. ചെറിയ അധികാരമായി നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് രാജ്യത്തിലാൻ ദൈവം പ്രസാദിക്കും. താൻ സുഖം നിൽക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. ഈശ്വരന്റെ ദൈവരാജ്യത്തെ ഓർമ്മയ്ക്ക് അനുഭവങ്ങളൊക്കെയാണ്. ദൈവരാജ്യം മുമ്പേ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ ഓർമ്മിക്കുന്ന എന്തിനാണ്? കഠിനമണിയോ അല്പം ഭൂരിമാവനോട് ശിശുക്കളോട് മറഞ്ഞിരിക്കുന്ന നിധിയോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? നമ്മളൊക്കെ ആണെങ്കിലോ ദൈവരാജ്യത്തെ ഒരു ആക്കം ബോംബായിട്ട് രൂപം കാര്യം എന്തോ അത്ര ശക്തിയുള്ള ഒന്ന് തന്നെ. പക്ഷെ കർത്താവായ ഈശോ പറഞ്ഞത് ദൈവരാജ്യം കടുകുമണി പോലെ ചെറുതുകളെ സ്നേഹിക്കുന്ന ദൈവം. ഈ സ്നേഹത്തെ ഉൾക്കൊണ്ടവനാണ് മാറി മനസ്സിലാകുന്നത്. അതുകൊണ്ട് എളിമയെപ്പറ്റി ഒരുപാട് പറഞ്ഞു, സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു, ഐക്യത്തെ കുറിച്ച് സംസാരിച്ചു. അഹങ്കാരം വേണ്ട, ഒന്നിക്കാം എന്ന് പുള്ളിക്ക് പ്രസ്ഥാനത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? ഐക്യം. ഞാൻ എന്നുള്ള ഭാവത്തിന് പകരം നമ്മൾ എന്നതിലേക്കുള്ള വളർച്ചയെക്കുറിച്ച് സംസാരിച്ചു. പരസ്പരം കീഴക്കേണ്ടതുണ്ട്, വിജയിക്കേണ്ടവരാണ് സഭാജനങ്ങൾ. അതിനും തിരുവനന്തപുരം രൂപതയുടെ ആഗ്രഹിക്കുമ്പോൾ ധാരാളം ഇടയലേഖനങ്ങളുണ്ട്. പക്ഷെ ഒരു ഇടയലേഖനം വേറിട്ട് നിൽക്കും. അതിന്റെ പേര് സ്നേഹകൽപ്പന എന്നാണ്. നമ്മുടെ മണങ്കര സഭയിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇടയലേഖനം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഒരു നസ്രാണി ഇന്നുവരെ എല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടയലേഖനം എഴുതിയിട്ടുണ്ട്. അതൊക്കെ വലിയ ഭാര്യകൾ പറയുന്ന ആ ഇടയലേഖനം വലിയ ദൈവശാസ്ത്രം. പക്ഷെ രണ്ട് സഭയിലെ കൊച്ചു കുഞ്ഞുങ്ങള് പ്രിയപ്പെട്ട മക്കൾ അതിന് സ്നേഹകൽപ്പന പേരെത്തിക്കുന്നത്. കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഉണ്ണീശാചയുടെ പ്രാപ്തിയുള്ളവരാണ്, കാവന്മാരെ പ്രാർത്ഥിക്കുന്ന കൊച്ചുകുത്തി കാര്യങ്ങൾ. പക്ഷെ ഞാൻ പോയപ്പോൾ നീതികാരണം ആ ഞായറാഴ്ച നമ്മൾ വികാരിച്ചന്മാരൊക്കെ പള്ളിയിൽ പറഞ്ഞു, നമ്മുടെ പിള്ളേരെ നിങ്ങൾക്ക് വലിയൊരു അവർ കൽപ്പന എഴുതും. പിള്ളേർക്ക് എന്തെങ്കിലും കേരളീയർ കേട്ടതില്ലേ അവർക്ക് വേണ്ടി കൂടെ ഒരു വലിയ ഒരാൾ സമയം മാറ്റി വെക്കുന്നു. കാണ്ടാൻ പറഞ്ഞ ഒരു വലിയ മരിയൻ കോൺഗ്രസിൽ അവരുടെ യൂണിവേഴ്സിറ്റി കോൺഗ്രസില് പിതാവ് പങ്കെടുക്കാൻ പോയപ്പോൾ ഇതിന്റെ പ്രൊഫഷനാണ്. അപ്പൊ അവിടെ പിതാക്കന്മാർ ഒരു നല്ല വിവരദീക്ഷനായ ഇദ്ദേഹം ഈ വേഷവിധാനങ്ങളും മത്തങ്ങാത്തൊക്കെ വഴിയെ നടക്കാണ്. പ്രൊഫഷനെ പങ്കെടുത്തപ്പോൾ വിചാരം വലിയ ശ്രദ്ധാകേന്ദ്രമായിട്ട് ഒരു കൊച്ചു പയ്യനെ വെറും പേര് കൊച്ചു പയ്യൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് പറഞ്ഞത്. കൊച്ചു പയ്യൻ പിതാവിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നടക്കാം. ആൾക്കാരുടെ അവനെ കവചത്തിൽ പോകും. പല പ്രാവശ്യം ഇവരിങ്ങനെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഈ തിരക്കിനിടയിൽ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിതാവ് നിന്നു. അതാ മോനെ നീ വരാൻ പറഞ്ഞു. അവിടെ എന്നിട്ട് ഒരു സ്നാപ്പിങ് എടുത്തോളാൻ പറഞ്ഞു. അതിന് ലോകത്തിൽ എടുത്തുപോലാണ്. ഈ ആൾത്തിരക്കിനിടയിൽ ഇങ്ങനെ തള്ളി മാറ്റപ്പെടുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു ഹൃദയം ഉള്ള പിതാവ്. അദ്ദേഹം തിരുവനന്തപുരത്തെ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ തെറ്റുന്ന ഒരു സംഭവം കേട്ടുള്ളത്. എല്ലാ ദിവസവും മനുഷ്യർ വട്ടാളം കഴിഞ്ഞ് ഒരു സമ്പാദിക്കുന്ന ഒരുപാട് വിരുദ്ധത്തിന് മകനെ സംബന്ധിച്ച് സഭാകാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാണ്. പിതാവിനാക്കുന്ന അസുഖമായി വരികയാണ്. അസ്ലാമിൽ വന്ന ഡോക്ടർ എല്ലാ ദിവസവും ഈ കിടക്കിലേക്ക് ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം. പിതാവിന് നമുക്ക് അത്താനം കഴിഞ്ഞ് ഒരു ഗ്ലാസ് പാലുമായിട്ട് ഈ അടുക്കളയിലെ കുതിരിക്കാരനടവ് നിൽക്കാനല്ലേ. പിതാവ് ഈ പാല് ഒന്നിനൊന്നും വഴുതി കുടിക്കില്ല. പ്രധാനം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഒരു ഗ്ലാസ് പാല് കുടിക്കാം. ആ ഗ്ലാസ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കുതിരിക്കാരൻ കുക്ക് അവിടെ നിൽക്കുകയാണ്. അയാൾ മനക്കരക്കാരന്. അപ്പൊ ഈ സഭാകാരൊക്കെ പറയും ചൂടായിരുമ്പം
മലങ്കരക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ മലങ്കര സഭാകാരം എന്ന അറിയാൻ ആവേശം ചെറുപ്പല്ലേ. നമ്മൾ ഇവിടുത്തെ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ മലങ്കരക്കാരെല്ലാം മന്ത്രി പറയുന്നത് ചുമ്മാ സൗമങ്കാലത്തിന് മയക്കി പറഞ്ഞു നോക്കി. മലങ്കരക്കാരാണ് പോണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഗുരുതരായിട്ട് പറഞ്ഞു. നമ്മൾ നിർത്തി കിടക്കുന്ന കാര്യമാണ്, നമുക്ക് നിർത്തിയെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ജുഗ്നിക്കാരനെയും മെത്രാന്മാരും നിർദ്ദേശന്മാരും സഭാകാരന്റെ അച്ഛനും മുള്ളുകാരനും ആൾക്കൊരു അഭിപ്രായം ഉണ്ടാക്കാൻ വിളിച്ചു. ഒരു നിമിഷം അങ്ങനെ മറന്നുപോയി ഞാന് കുക്കറാണ്. അപ്പൊ റഹ്മാന്റെ വിചാരിച്ചു അവിടുന്ന് സഭാകാരൻ പറഞ്ഞിട്ടുണ്ട് കളികളക്കാരനുള്ള ജുഗ്നിക്കാരനുള്ള കാര്യം അയാൾ പേടിച്ചു. അയാൾ ക്ലാസ് എടുത്തിട്ട് പോയി. രാത്രിയിൽ 12 മണിയായിട്ടാണ് അയാളുടെ തിരിഞ്ഞിൽ ഒരു ഉൽപ്പാദിച്ച് അവിടെയാണ് കിടന്നുറങ്ങുന്നത്. ആരോ വായിൽ പെട്ടെന്ന് ശബ്ദം. അയാൾ വായിൽ കിടന്നപ്പം 20,000 രൂപ ആശുപത്രിയാണ് മുമ്പ് നിൽക്കുക. അയാൾ വിചാരിച്ചു എന്റെ ജോലി പോയതിന് പണി തെറിച്ച് അയാൾ കാലിന്റെ മുട്ടുന്നേരങ്ങ് വീണു. എന്റെ പിതാവ് അവസ്ഥം പറ്റി പോയത് അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാന്ന് പറഞ്ഞു. പിതാവ് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പറഞ്ഞു, എടാ ചാക്കോച്ച, കിടക്കാൻ പോയപ്പോഴാണ് ഞാൻ ഓർത്തത് നീ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന്. നിന്റെ മനസ്സിന് വേദനയുണ്ടായ നീ അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. ഈ ചാക്കോച്ചനെ ഏത് അദ്ദേഹം തന്നെ പറഞ്ഞ പിന്നെ ദേവ പറഞ്ഞ കഥയാണ്. പ്രസിഡന്റ് ട്രൂമൻ പോലും അദ്ദേഹത്തിന് മുമ്പ് മുട്ടുകൂട്ടിയിരുന്നു, അദ്ദേഹത്തിന്റെ കൈ മുട്ടിയിട്ടുണ്ട്. ചെസ്റ്റർമൻ എന്ന് പറയുന്ന ആങ്ങളെ കവി അദ്ദേഹത്തെ കുറിച്ച് ലേഖനവും കവിതയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓയിലിനെ കുറിച്ച് നിങ്ങൾക്ക് കവിതയായിട്ട് ആയിരുന്നു. സൂര്യോദയത്തിന്റെ വ്യക്തിയിൽ നിന്ന് വന്ന ദിവ്യ സൂര്യാമെന്ന് പറഞ്ഞ കവിത ഓർമ്മ നോക്കാം. ലോകം മുഴുവൻ വാഴ്ചപ്പറിയ ധനഭാഷീനായ മാറിവാനത്തിന് സ്വന്തം കുട്ടിനിക്കാരനോട് ക്ഷമ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ഇതാണ് ചെറുകളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട പുത്രനായി നിൽക്കുന്ന യുഗപ്രഭാവനായ ഈ പ്രവാചകനായ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത. 21-ാം നൂറ്റാണ്ടുകൊണ്ട് ഏറ്റവും വലിയ വിലയിക്ക പ്രസ്ഥാനത്തിന്റെ ജനയിലാവെന്നും ധാർമ്മികമാണെന്നും ലോകം മുഴുവൻ വായിക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ നാമകരണ നടപടികളെ വളരെയധികം പുരോഗമിക്കുമ്പോൾ ഈ അദ്ദേഹം നടന്ന പവിത്രമായ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഈ ത്രിഗുണാതീതമായ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകൾ എന്താണ്. വിലയിക്ക പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ ചെറുകളെ സ്നേഹിച്ച ആത്മീയതയിൽ ഈ സമഗ്രയായപ്പോൾ ആത്മീയതയിൽ ഉണ്ടായ പ്രസ്ഥാനം. ഇതൊക്കെ നമുക്ക് അന്വേഷിക്കുമ്പോൾ നമ്മൾ ആഘോഷങ്ങളുടെ മാത്രം സഭയായിട്ടെത്തും. കാരണം ശിശുവെന്ന് പറഞ്ഞു, ഞാൻ ആദ്യം ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ പറഞ്ഞ വാചകം ഒരു ഓർപ്പിക്കാണ്. ഐ ലവ് യുവർ ചേർച്ച് ബിക്കോസ് ഐ നോ യുവർ ഹിസ്റ്ററി. ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു, കാരണം എനിക്ക് നിങ്ങളുടെ സഭയെ ചരിത്രമറിയാം. നമുക്ക് ഈ പിതാവിന്റെ ഒരു കൂറുണ്ടാകണമെങ്കിൽ ഈ പിതാവിന്റെ ചരിത്രമറിയണം, വായിക്കണം, പഠിക്കണം. ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. നമ്മുടെ നാട് ഭരിച്ച മഹാനായ ഒരു രാജാവായിരുന്നു സ്വാതി തിരുനാൾ. നമുക്കറിയാവുന്ന സ്വാതി സംഗീത വിജ്ഞാനങ്ങളൊക്കെ കേട്ടാണ്. അദ്ദേഹം ഒരു സംഗീതജ്ഞയായിരുന്നുകൊണ്ട് തന്റെ രാജ്യഭരണത്തിന്റെ ചിലപ്പോൾ നിമിഷങ്ങളിൽ ഒരുപാട് കീർത്തനങ്ങൾ എഴുതുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുതിരനാട് കേട്ടാൽ അവിടുന്ന് അദ്ദേഹം അത് എഴുതിയുള്ളൂ. പത്മനാഭസ്വാമിയുടെ അടുത്ത് തന്നെ. അദ്ദേഹം നമുക്കറിയുന്നുണ്ട് രാജാവിനെ പോലെ ആണ് രാജാവിനെ മണിയിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ രാജസഭത്തിൽ എല്ലാവർക്കും ഉത്സാഹമാണ്. രാജാവ് സംഗീതപ്രയനാണ്, കൊട്ടാരം മുഴുവൻ തന്നെ സംഗീതപ്രയാണ്. എല്ലാ വാരാന്ത്യത്തിലും ശനിയാഴ്ച വൈകുന്നേരവും തിരുവനന്തപുരത്ത് കുതിരമാളികയിൽ അന്ന് സംഗീത പ്രസംഗം പ്രഗത്ഭരായ അനേകം സംഗീതജ്ഞന്മാര് അവിടെ നിന്ന് സംഗീതമാലപിക്കും. അപ്പൊ സംഗീത സഭകള് സംഗീതം അറിയാൻ മേലാത്തിനും വന്നിരിക്കും രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ നിന്ന് സംഗീതം അങ്ങോട്ട് കൊടുക്കും. കച്ചേരി പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ തലയിട്ട് വെട്ടിക്കും, താളം പിടിക്കും, ഭയങ്കര ആക്ഷനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിദ്വാന്മാരൊന്നും വെള്ളേറിപ്പോ എന്നൊക്കെ പറയും. ഇടയ്ക്കൊക്കെ രാജാവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ബലേഭേഷ് എന്നൊക്കെ അവിടെ പറയാറുണ്ട്. അപ്പൊ രാജാവിന് ആദ്യമൊക്കെ സന്തോഷമാണ്. പക്ഷെ ഇടയ്ക്കൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഒരു രാജാവ് സംഗീതത്തില് വലിയ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടില്ലാത്ത വളർന്നു വരുന്ന ചില യുവപ്രതിഭകളെ കൊണ്ടുവന്ന് പാടിക്കാനാണ്. അപ്പൊ അവർ ആദ്യമായി രാജസദസ്സിൽ വന്ന് പാടുമ്പോൾ അവരുടെ പരിശ്രമം കൊണ്ട് ചിലപ്പോഴൊക്കെ താളം പിഴയ്ക്കാറുണ്ട്, സുരിബന്ധം ഉണ്ടാകാറുണ്ട്, താളപ്പിഴകളൊക്കെ ഉണ്ടാകാറുണ്ട്.
അപ്പൊ അവർക്ക് സംഗീതം അറിയാവുന്നവരെ മനസ്സിലാക്കും. രാജാവിനെ കാണിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്ന് തലവെട്ടിക്കുകയും താളം പിടിക്കുകയും ബലോപേച്ച് പറയുകയും ചെയ്യുന്ന ചിലരൊക്കെ ഈ പ്രശ്നം അറിയാതെ, സംഗീതം പലത്തിലും താളം പേച്ചതും അറിയാതെ അവിടെ കൊണ്ടിരുന്നിട്ട് ബലോപേഷ് എന്നൊക്കെ പറയും. അപ്പൊ രാജാവും അറിയാതെ സംഗീതം തെറ്റുമ്പോൾ, ശ്രുതിഭംഗം ഉണ്ടാകുമ്പം, താളം പിടിക്കുമ്പോഴൊക്കെ ഇവന്മാരെന്നായിരുന്നു ബലോപേഷ് പറയുന്നു. അപ്പൊ രാജാവ് മനസ്സിലായി എന്നെ കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് സംഗീതം. അതിൻ്റെ യാതൊരു ഗ്രാഹ്യമില്ലാത്തവന്മാരും ഇതുണ്ട്. അപ്പൊ ആർക്കാണ് ശുദ്ധ സംഗീതത്തെ സ്നേഹിക്കാൻ കഴിയുക? അങ്ങനെയുള്ളവർ ആരാണെന്നൊക്കെ അറിയുന്നതിന് വേണ്ടി രാജാവ് ഒരു ടെക്നിക്ക് ചെയ്തു. രാജാവ് പറഞ്ഞു, അടുത്ത പ്രാവശ്യം നമ്മൾ സംഗീത സദസ്സ് നടക്കുമ്പോൾ ഇവിടെ നിന്ന് ആരും ബലോപേഷ് എന്ന് പറഞ്ഞു പോയരുത്. ആരെങ്കിലും പറഞ്ഞാൽ തറ ഞാനങ്ങ് വെട്ടും എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച മുതൽ ആർക്കും തല വെട്ടിക്കണ്ട, താളം പിടിക്കണ്ട, ബലോപേഷം പറയണം. എല്ലാവരും തന്നെ ഇങ്ങനെ ആരോ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മാതിരി, ആട്ടുകൾ ഇരിക്കുന്ന മാതിരി ഇരിക്കുകയാണ്. ഒരു വികാരവും ഇല്ല. അവരാരോ നോക്കിയപ്പോൾ ഒഴുക്കലും സംഗീതത്തിൽ യാതൊരു താല്പര്യമില്ല. പെട്ടെന്ന് ഈ സംഗീത സദസ്സുകളൊക്കെ വളരെ വിരസമായി തുടങ്ങി. അപ്പൊ അദ്ദേഹം ചിന്തിച്ച, ദൈവം എന്റെ ഒരു ആദ്യ സദസ്സിൽ സംഗീതപ്രിയനായ ഒരാൾ പോലും ഇല്ല. അങ്ങനെ അദ്ദേഹം തഞ്ചാവൂർ ശാസ്ത്രികളെ വിളിച്ച് ഒരാഴ്ച പാടിക്കാൻ തീരുമാനിച്ചു. സംഗീത സാഗരത്തിന്റെ മറുകര കണ്ട ഈ തഞ്ചാവൂർ ശാസ്ത്രികൾ വന്ന് പാടുകയാണ്. സംഗീതം നമ്മുടെ കൊഴുക്കണം, കച്ചേരി മുറിവാണ്, കാലം നാലും കഴിഞ്ഞു. സംഗീതം നമ്മുടെ കൊഴുത്ത് വരുന്നുണ്ടെങ്കിലും ഈ രാജസദസ്സിൽ യാതൊരു അനക്കോ ആർക്കുമില്ല. ഏതപ്പാ കോതമംഗലം എന്നുള്ള മട്ടിലിരിക്കുകയാണ് നല്ലത്. അപ്പൊ രാജാവ് സങ്കടപ്പെട്ടു, ദൈവം ഇത്രയും നല്ല സംഗീതം കേട്ട് ഓർക്കുന്ന പോലെ ഓരോ വികാസം പോലെ ഇല്ലേ. ഇത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ രാജസദസ്സിന്റെ മുൻനിരയിൽ ഒരു പട്ടരിപ്പുണ്ടായിരുന്നു. അവിടെയാണ് അയാൾക്ക് സംഗീതം സ്വന്തം ആത്മാവിന്റെ തുല്യമാണ്, പ്രാണവില്ലം സ്നേഹിക്കാണ്. അയാളുടെ അറിവേക്കുന്ന പലപ്രാവശ്യം ഒരു ബലോപേഷ് ഉയർന്നു വന്നതാണ്. തൊണ്ടയ്ക്ക് വരുമ്പോൾ അയാൾ കാര്യത്തങ്ങ് ഇറക്കും. എന്നാ കാര്യം? ബലോപേഷെന്ന് പറഞ്ഞു തല വെട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ അഞ്ചാമത് ക്ലാസ്സിൽ സംഗീതം കൊണ്ട് മുറിയിൽ കാലം നാണം കഴിഞ്ഞാൽ വെറുക്കുക സംഗീതമാണ്. ഈ താളം കൊഴുത്ത് വന്നപ്പോൾ ഇയാൾക്ക് പല പ്രാവശ്യം തന്നെ ബലോപേഷ് വരണം, ബലോപേഷ് പറ്റുന്നില്ല. അപ്പൊ ആ സംഗീതം കൊണ്ട് അതിന്റെ മൂർധന്യത്തിലേക്ക് വന്നപ്പോൾ ഇയാളെ ചിന്തിച്ച്, ദൈവമേ ഇതിനൊരു ബലോപേഷ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു സംഗീതപ്രിയനാണെന്ന് ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ ഇങ്ങനെ ഒരു ബലഹീന മനസ്സിൽ നീര് ചാടി എഴുന്നേറ്റ് വന്നു. തല പോനാലും ബലോപേഷ് തല പോനാലും കൊണ്ട് വരാം ബലോപേഷ്. രാജാവ് കൈ കുത്തി സംഗീതം നിന്നും എല്ലാവരും പട്ടകളുടെ തല ഉരുണ്ടത് തന്നെ. രാജാവ് എഴുന്നേറ്റ് നിന്ന് സ്വന്തം കഴുത്തിൽ കിടന്ന മാല എടുത്ത് പട്ടളുടെ കഴുത്തേക്ക് വന്നു. എന്നിട്ട് അയാളെ ഒരു ഉത്തരീയം അണിയിച്ചു. അങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പൊന്നാട അണിയിക്കുക എന്നൊരു വലിയ മഹത്തായ പാരമ്പര്യം ഉടലെടുക്കുക. ഇങ്ങനെ ഈ വലിയ പോകുന്നതിനെ നമ്മൾ ശരിയാക്കി എടുത്തിട്ട് പൊന്നാട അണിയിച്ച് അതിന്റെ ഒരു ഗേമയങ്ങ് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് സംഗീതത്തെ പ്രാണനമില്ല സ്നേഹിച്ച, അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ഒരു പത്രമുള്ള തോള ഇങ്ങനെ സാധനമാണ്. എങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണകര കത്തോലിക്കണം ഇരിക്കാതെ ചത്തു പോകുന്നതിന് മുമ്പ് ഓരോ പ്രാവശ്യമെങ്കിലും നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സഭാ സമൂഹത്തിന് വേണ്ടി, മൂലിക പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ ഇടവകൾക്ക് വേണ്ടി തല പോണാലും ബലോപേഷന് ഒരിക്കലെങ്കിലും ഒന്ന് പറഞ്ഞു. എന്നിട്ട് കത്ത് പോകാറും. അന്നെ വെറുതെ കുറവാനും കുടുംബത്തിന് നമ്മൾ എത്തും. മഹാനായ മാതൃവാണി ചെയ്യുന്നതിന് ജന്മം കൊടുത്ത ഉല്ലേഖ പ്രസ്ഥാനത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞ് ഇത് വീട്ടിൽ തന്നെ സാധിക്കാൻ ഈ വലിയ ഉപപ്രഭാവന്റെ സാന്നിധ്യത്തില് ജീവിക്കാനുള്ള വന്ന ഒരു സഭാ സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ അതിന്റെ കരുത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മക്കളായിട്ട് വളരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ പുണ്യ ദിനത്തില് മാലവാഴ തിരുമേനി കത്തോലിക്കാ സഭയിൽ പ്രവേശിച്ച ശേഷം ഈ ഗുരുവായൂർ നിന്ന് കുർബാന എഴുതിന്റെ ശതാഭിഷിക്ത സ്മരണ പേറുന്ന ഈ വേളയിൽ ഈ ദേവാലയം ഇവിടെ പുരാശയിൽപ്പെടാൻ ഇടയാകുന്നതെന്ന് മഹാഭാഗ്യം എന്ന് ഞാൻ കരുതുകയാണ്. ചരിത്രപരമായ ആ മുഹൂർത്തത്തിന്റെ എല്ലാ പ്രത്യേകതകളും നമ്മുടെ മുമ്പിൽ അനുഗ്രഹമായിട്ട് ദൈവം ചൊരിയുമ്പോൾ അഭിനന്ദനായ ആ പിതാവ് നമ്മൾക്ക് കാണിച്ചു തന്ന വലിയ ദർശനത്തിലേക്ക്, വിവേകത്തിന്റെ നന്മകളിലേക്ക് നിരന്തരം വളരുവാൻ, അതിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം അചരത്വത്തെ സ്നേഹിക്കുവാൻ നമ്മുടെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് ഒരവസരം നിന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞനായ റംബാസിനുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.